ആഗസ്റ്റ് 15-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഗൺ ഫൈറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇത്തരത്തിലുള്ള ഇൻസർജൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളത് ദോദ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള ഗൺ ഫൈറ്റ് ആണ്. അപ്പോൾ ഇതിലെല്ലാം ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈവെന്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ബിക്കോസ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ചും ജമ്മു ആൻഡ് കാശ്മീരിൽ ഇൻസർജൻസി കൂടുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു എക്സാമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആക്ച്വലി ഒരു ആൻറ്റി ടെറർ ഓപ്പറേഷൻ ജമ്മു ആൻഡ് കാശ്മീരിൽ ദോദ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവഗഡ് അഖർ റേഞ്ച് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ആർമിയുടെ ക്യാപ്റ്റൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതൊരു റിവറൈൻ ഏരിയ ആണ്, നദി ദോദ എന്ന് പറയുന്ന റിവർ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ദോദ റിവറൈൻ ഏരിയാസിലെ മിലിറ്റൻസ് എന്ത് ചെയ്യാണ്, ഹൈഡ് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇത് ശിവഗഡ് അക്കാർ റേഞ്ച് മലനിരകളുടെ പ്രദേശം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആണ് സെക്യൂരിറ്റി ഫോഴ്സിന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു എൻകൗണ്ടറിൽ ഏകദേശം 3-4 റൗണ്ട് ഫയറിങ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ 3-4 മിലിറ്റൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. AK-47, M4 തുടങ്ങിയിട്ടുള്ള റൈഫിൾസ് ഒക്കെ എൻകൗണ്ടർ സൈറ്റിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഫയറിങ് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ആഗസ്റ്റ് 10 കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നടക്കുന്ന 4ാമത്തെ എൻകൗണ്ടർ ആണ് ജമ്മു ആൻഡ് കാശ്മീർ. ലാസ്റ്റ് ആയിട്ട് നമ്മൾ അനന്ത്നാഗ് എൻകൗണ്ടർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ദോദ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഫ്രീ പോക്കറ്റ് ആയിരുന്നു. അതായത് നേരത്തെ ഇത്തരത്തിലുള്ള മിലിറ്റന്റ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കാത്ത ഒരു സ്ഥലമായിരുന്നു ദോദ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടുള്ള നമ്മൾ നോക്കിയാൽ പത്നി ടോപ്പ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. അതുപോലെ തന്നെ അക്കാർ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഒക്കെ ഇതിൻ്റെ അടുത്തായിട്ടുള്ളതാണ്. അപ്പോൾ ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ടുള്ള വേറൊരു ഇൻസിഡൻറ്റിൽ പൂഞ്ച് മേഖലയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റൊരു അറ്റാക്കുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ലൈൻ ഓഫ് കൺട്രോൾ ഏരിയയുടെ അടുത്ത് മൈൻസ് ബ്ലാസ്റ്റ് ആയിട്ട് നമ്മുടെ സോൾജേഴ്സിന് ഇഞ്ചുറി പറ്റിയതായിട്ട്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ ഒരു ഇൻസർജൻസ് ആക്ടിവിറ്റി വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ദോദ എന്ന് പറയുന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൗൺ ആണ്, ഒരു നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആണ് ഇന്ന് ജമ്മു ആൻഡ് കാശ്മീർ, അതിലത്തെ ഒരു പ്ലേസ് ആണ് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ആക്ച്വലി ഇന്ത്യയുടെ മാപ്പിൽ ഏകദേശം ഇവിടെ ആയിട്ടാണ് വരിക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു നെയിമിന് ദോദ എന്ന് പേര് വരാൻ കാരണം വെച്ചാൽ ഇവിടെ ഒരു OPM, അതായത് കറുപ്പ് എന്ന് പറയുന്ന ലഹരി വസ്തുവിൻ്റെ ഒരു പ്ലാന്റ് കൃഷി ചെയ്യുന്നുണ്ട്. ദോദി എന്നാണ് അതിനെ ലോക്കൽ ലാംഗ്വേജിൽ വിളിക്കുന്നത്. ആ ഒരു പേരിൽ നിന്നാണ് ഇതിന് ദോദ എന്ന പേര് വന്നത്. ഇവിടുത്തെ റിവറിൻ്റെ പേരും ദോദ റിവർ എന്ന് തന്നെയാണ്. അപ്പോൾ ആക്ച്വലി ഇത് ഒറിജിനേറ്റ് ദ്രാങ്ദ്രൂങ് ഗ്ലേഷ്യർ, അതായത് പെൻസീല, അതായത് സസ്കർ കാർഗിൽ റോഡിൻ്റെ അടുത്തുള്ള ഒരു മൗണ്ടെയിൻ പാസിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു നദി ഉത്ഭവിക്കുന്നതും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ദോദ ഡിസ്ട്രിക്റ്റിൽ ഈ ഒരു ദ്രാങ്ദ്രൂങ് എന്ന് പറയുന്ന ഗ്ലേഷ്യറിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. അവിടെ ഒരു മൗണ്ടെയിൻ പീക്ക് കൂടിയുണ്ട്, അതിനെ ദോദ പീക്ക് എന്നാണ് വിളിക്കുന്നതെന്ന് കൊടുത്തു. 6550 മീറ്റർ ഉയരത്തിലുള്ള ഒരു പീക്കാണ് ഈ ഒരു ദോദ പീക്ക് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇവിടെയാണ് ദോദ എന്ന് പറയുന്ന ലൊക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത ഈ ഒരു മൈനുകളെ ടാക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൽ ഒരു സംശയം, അല്ലെങ്കിൽ ഈ ഒരു മൈനുകളുടെ മേലെ അല്ലെങ്കിൽ മൈൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മേലെ സ്റ്റേറ്റുകൾക്ക് ടാക്സ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നുകൊണ്ട് ഒരു റിട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് അതിന് കിട്ടുമോ, അതായത് മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് ടാക്സ് പിരിക്കാൻ വേണ്ടി പറ്റുമോ? കാരണം മുന്നേ ടാക്സ് കിട്ടേണ്ട ടാക്സ് ഒന്നും കിട്ടിയില്ലല്ലോ. അത് സ്റ്റേറ്റ്സിന് പിരിക്കാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ പെറ്റീഷൻസ് ഉണ്ടായിരുന്നു. അതിന് സുപ്രീം കോടതി ഇപ്പോൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തു എന്നുള്ളതാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ അത്തരത്തിലൊരു പവർ കൊടുക്കരുതെന്നാണ്. പക്ഷേ സുപ്രീം കോടതി ആ ഒരു അധികാരം സ്റ്റേറ്റുകൾക്ക് കൊടുക്കുകയാണ്. ബിക്കോസ് ദേ ഹാവ് ദ റൈറ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് സുപ്രീം കോടതി പറഞ്ഞതെന്ന് നോക്കാം. അപ്പോൾ ആക്ച്വലി ഈ ഒരു മൈനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 ജഡ്ജ്മെന്റുകൾ മുന്നേ ഉണ്ടായിരുന്ന 2 ജഡ്ജ്മെന്റുകൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് 1989 ഇന്ത്യ സിമെന്റ്സ് വാസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു കേസായിരുന്നു. അതിൽ റോയൽറ്റി എന്ന് പറയുന്നത് ഒരു ടാക്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്, അതായത് ഒരു ഭൂമിയുടെ മേലെ ഒരു റോയൽറ്റി പിരിക്കുന്നുണ്ട്, ആ റോയൽറ്റി എന്ന് പറയുന്നത് ഒരു ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകൾ, അത് ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റ് പിരിക്കുന്നുണ്ട്, സോ അതിന്റെ മേലെ അഡീഷണൽ നികുതി പിരിക്കാനുള്ള അധികാരം സ്റ്റേറ്റുകൾക്കില്ല എന്നുള്ളതാണ് 1989 ജഡ്ജ്മെന്റിൽ ഇന്ത്യ സിമെന്റ്സ് വാസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2004 ജഡ്ജ്മെന്റിൽ, അതായത് മറ്റൊരു ജഡ്ജ്മെന്റ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വാസ്
കേശോറാം ഇൻഡസ്ട്രീസ്. ഈ ഒരു ജഡ്ജ്മെന്റിൽ റോയൽറ്റി എന്ന് പറയുന്നത് ഒരു ടാക്സ് അല്ല എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് ഈ ഒരു മിനറൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സ്ഥലത്തിന്റെ മേലെ നികുതി പിരിക്കാനുള്ള അധികാരം സ്റ്റേറ്റിനുണ്ട് എന്ന് സുപ്രീം കോടതി അവിടെ പറയുകയും ചെയ്യും. ഇതിനെ തുടർന്നാണ് പിന്നീട് കേസ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കേസിലാണ് സ്റ്റേറ്റുകളുടെ അധികാരത്തെ വളരെ വ്യക്തമായിട്ട് റീസെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റിൽ പറഞ്ഞത്. ആ ഒരു ജഡ്ജ്മെന്റ് വന്നത് 2024 ജൂലൈ 25-നാണ്. അവിടെ സുപ്രീം കോടതി പറഞ്ഞു, അതായത് ലാൻഡിന്റെ മേലെ നികുതി പിരിക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്, സ്റ്റേറ്റിന്റെ അധികാരമാണ്. അതുകൊണ്ട് തന്നെ മൈൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ അല്ലെങ്കിൽ മിനറൽസ് നിൽക്കുന്ന സ്ഥലത്തിന്റെ ആ ഒരു സ്ഥലത്ത് നികുതി പിരിക്കാനുള്ള അധികാരം സ്റ്റേറ്റ്സിനുണ്ട് എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സംശയം വന്നത് ഓക്കെ അധികാരമുണ്ട്, അതെന്ന് പറഞ്ഞാൽ ഈ ഒരു അധികാരം എന്ന് മുതലുണ്ട് എന്നുള്ളതാണ്. അതായത് മുന്നേയുള്ള നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്സിന് പറ്റുമോ, അതായത് റെട്രോസ്പെക്റ്റീവ് ടാക്സേഷൻ എന്നാണ് അതിനെ വിളിക്കുക, മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് നികുതി പിരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന സത്യം. അപ്പൊ ഈ ഒരു വിഷയം സുപ്രീം കോടതി പരിശോധിക്കുകയും സുപ്രീം കോടതി പറഞ്ഞു വെച്ചാൽ ഈ ഒരു ജഡ്ജ്മെന്റിന്റെ അപ്ലിക്കേഷൻ ഇനി ഒരു പുതിയ സ്ഥലം വരുവാണെങ്കിൽ അതിന്റെ കേസ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ കേസസുകളിലേക്ക് മാത്രമാണ് ഇതിന്റെ അപ്ലിക്കേഷൻ വരിക. പക്ഷേ സ്റ്റേറ്റുകൾക്ക് റെട്രോസ്പെക്റ്റീവ് ആയിട്ട് ടാക്സ് പിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഏപ്രിൽ 1, 2005 മുതൽ ഈ ഒരു കേസ് ഈ ഒരു നികുതി പിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് 2004 ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് അതിനുശേഷം. ഓക്കെ, അപ്പൊ 2005 ഏപ്രിൽ 1 മുതൽ നികുതി പിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ നികുതി പിരിക്കുന്ന സമയത്ത് അവിടെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. ആ സ്ഥാപനങ്ങൾ പെനാൽറ്റി ഒന്നും ഈടാക്കാൻ പറ്റില്ല നികുതി നൽകാതെ, കാരണം നികുതി നൽകണം എന്നത് ഇപ്പോഴാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 1, 2005 മുതൽ ജൂലൈ 25, 2024 വരെ പിരിക്കുന്ന നികുതി പിരിക്കുന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റുകളുടെ താല്പര്യമാണ് പിരിക്കണോ എന്നുള്ളത്, പിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പെനാൽറ്റിയോ ഇൻട്രസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈവൻ 12 വർഷത്തോളമുള്ള പെനാൽറ്റികളുണ്ട്. അതിലെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മറ്റുമൊക്കെ അയക്കാം. അത് 2026 ഏപ്രിൽ 1 മുതൽ പിരിക്കുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, പിരിക്കണമെന്ന് നിർബന്ധമില്ല, അത് സ്റ്റേറ്റിന് ചൂസ് ചെയ്യാം അവരെ ഇത്തരത്തിലുള്ള മുൻകാല പ്രാബല്യത്തോടെ നികുതി പിരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം എന്നൊക്കെ എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് വെച്ചാൽ റെട്രോസ്പെക്റ്റീവ് ടാക്സേഷൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള മൈനിങ് കമ്പനികളുടെ മേലെ അധിക ഭാരം വരുവാണ് അല്ലേ, അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അധിക ഭാരം വരെയാണ്. ഉദാഹരണത്തിന് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് സെയിൽ എന്ന് വിളിക്കുന്ന സ്ഥാപനം, അവർ സ്റ്റീല് മൈൻ ചെയ്യുന്നുണ്ട്, അതായത് ഇരുമ്പ് അയൺ ഓർ മൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരുടെ മേലെ ഏകദേശം 3000 കോടിയുടെ ഒരു അധിക ഭാരം നികുതി വരും എന്നുള്ളതാണ് ഈ ഒരു റെട്രോസ്പെക്റ്റീവ് ടാക്സേഷന്റെ ഒരു ഇഫക്റ്റ് കാരണം പറയുന്നതെന്ന് കൊടുത്തുകൊണ്ടാണ്. അൾട്ടിമേറ്റ്ലി ഇത് ഇത്തരത്തിലുള്ള മൈനിങ് കമ്പനികളുടെ ലാഭത്തെ, പ്രൊഫിറ്റബിലിറ്റിയെ കുറക്കാൻ സാധ്യതയുണ്ട്. അവർക്കൊരു അധിക ഭാരം വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മൈനിങ് കൊണ്ട് അല്ലെങ്കിൽ ഈ റെട്രോസ്പെക്റ്റീവ് ടാക്സേഷൻ കൊണ്ടാവുന്നത്. അതേസമയത്ത് സ്റ്റേറ്റുകൾക്ക്, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള മൈനുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റുകൾക്ക് അധിക വരുമാനം കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് പ്രസിഡന്റിന്റെ ഗാലൻട്രി മെഡലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ 4 കീർത്തി ചക്രയും 18 ശൗര്യ ചക്രാസുമാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഗാലൻട്രി മെഡൽസ്, എന്തൊക്കെയാണ് ഈ സേനാ മെഡലുകൾ, അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പൊ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഏകദേശം 103 ഗാലൻട്രി അവാർഡുകളാണ് ഈ വർഷം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ആംഡ് ഫോഴ്സിനുള്ളതായിരുന്നു, അതായത് നേവി, അതുപോലെ തന്നെ മിലിറ്ററി ആർമി, അതുപോലെ തന്നെ എയർഫോഴ്സും, അതുപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് പേഴ്സണലും ഇവർക്കാണ് ഈ ഒരു ഗാലൻട്രി അവാർഡ്സ് കൊടുക്കുന്നതായിട്ടുള്ളത്. 4 കീർത്തി ചക്രായും അതുപോലെ തന്നെ 18 ശൗര്യ ചക്രാസുമാണ് നൽകുന്നതായിട്ടുള്ളതും കൂടി ഓർത്ത്. ടോട്ടൽ 103 ഗാലൻട്രി അവാർഡുകൾ നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗാലൻട്രി അവാർഡിനെ തന്നെയാണ് സേനാ മെഡൽ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി ഇത് നമ്മുടെ സൈനികരുടെ അവരുടെ ബ്രേവറിയെയും അവരുടെ സാക്രിഫൈസിനെയും ഒക്കെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംഡ് ഫോഴ്സിലുള്ള ഈ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സേനാ മെഡലുകൾ നൽകുന്നതായിട്ടുള്ളത്. അപ്പൊ ആദ്യം 3 അവാർഡുകളാണ് ഉണ്ടായത്. പരംവീർ ചക്ര, മഹാവീർ ചക്ര, അതുപോലെ തന്നെ വീർ ചക്ര. അതായത് പരംവീർ ചക്ര, മഹാവീർ ചക്ര, വീർ ചക്ര. ഇത് 1950 ജനുവരി 26-നാണ്, അതായത് നമ്മുടെ റിപ്പബ്ലിക് ആയതിനു ശേഷമാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ വിത്ത് ഇഫക്റ്റ് 1947 ആഗസ്റ്റ് 15 മുതൽ തന്നെ വിത്ത് ഇഫക്റ്റ് ആയിട്ടാണ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് 3 ഗാലൻട്രി അവാർഡുകൾ വന്നത്. അശോക ചക്ര, അതിനെ ക്ലാസ് 1 എന്ന് വിളിച്ചു, പിന്നെ ക്ലാസ് 2, ക്ലാസ് 3 എന്നുള്ളത്. ഇത് 1952 ജാനുവരി 4-നാണ് വന്നത്. അതിന്റെ വിത്ത് ഇഫക്റ്റും 1947 ആഗസ്റ്റ് 15 മുതലായിരുന്നു. ഇതിന്റെ പേര് പിന്നീട് റീനെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ജാനുവരി 1967. അശോക ചക്ര ക്ലാസ് 1 എന്നുള്ളത് അശോക ചക്ര തന്നെയാണ്. ക്ലാസ് 2 എന്ന് പറയുന്നതിനെ കീർത്തി ചക്ര എന്ന് വിളിച്ചു. ക്ലാസ് 3 എന്നുള്ളതിനെ ശൗര്യ ചക്ര എന്നിങ്ങനെ വിളിച്ചു.
അപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ 6 ഗാലൻട്രി അവാർഡുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇത് വർഷത്തിൽ 2 പ്രാവശ്യം പ്രഖ്യാപിക്കും. ഒന്ന് റിപ്പബ്ലിക് ഡേയുടെ ടൈമിൽ പ്രഖ്യാപിക്കും, ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് പ്രഖ്യാപിക്കും. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്തുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അതായത് നമുക്ക് 2 ടൈപ്പ് ഗാലൻട്രി അവാർഡുകൾ കാണാൻ വേണ്ടി പറ്റും. അതായത് ഒന്ന് വാർ ടൈം ഗാലൻട്രി അവാർഡുകൾ, നമ്മൾ പരംവീർ ചക്ര എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ മഹാവീർ ചക്ര, അതുപോലെ തന്നെ വീർ ചക്ര എന്നൊക്കെ പറയുന്നത് എന്താണ്, ഈ ഒരു വാർ ടൈം യുദ്ധ സമയത്തുള്ള സേനാ മെഡലുകളെയാണ് വിളിക്കുന്നത്. പ്രത്യേകിച്ചും എനിമിക്കെതിരെയുള്ള ബ്രേവറിക്കാണ് ഈ ഒരു വീർ ചക്രാസ് കൊടുക്കുന്നതെന്ന് ഓർത്തുവെക്കാം. പരംവീർ ചക്ര, മഹാവീർ ചക്ര, അതുപോലെ തന്നെ വീർ ചക്രാസ് കൊടുക്കുന്നതെന്ന് ഓർത്തു വെക്കുന്നതാണ്. അതേസമയത്ത് യുദ്ധമൊന്നും ഇല്ലാത്ത സമാധാനത്തിന്റെ സമയത്ത് കൊടുക്കുന്ന ഗാലൻട്രി അവാർഡുകളാണ്, പ്രത്യേകിച്ച് നോൺ കമ്പാറ്റ് സിറ്റുവേഷൻസ് കാണിക്കുന്ന ബ്രേവറിക്ക് കൊടുക്കുന്നതാണ് അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര എന്നുള്ളത് ഓർത്തു വെക്കാം. അപ്പൊ ഇതിന്റെ സീക്വൻസ് നോക്കുമ്പോൾ യുദ്ധസമയത്തുള്ള പരംവീർ ചക്രക്കാണ് ഏറ്റവും സുപ്പീരിയോറിറ്റി ഓർഡർ ഓഫ് പ്രസിഡൻസ്. സെക്കൻഡ് അതിന് ഇക്വാലന്റ് ആണ് പീസ് ടൈമിലുള്ളത് അശോക ചക്ര. ഇനി സെക്കൻഡ് മഹാവീർ ചക്ര, പിന്നെ കീർത്തി ചക്ര, പിന്നെ വീർ ചക്ര, പിന്നെ ശൗര്യ ചക്ര. ഇങ്ങനെയാണ് എന്നുകൂടി ഓർത്തു വെക്കുക. ഈ ഒരു സീക്വൻസ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരം ഏരിയാസിന് UPSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ വാർ ടൈം ഗാലൻട്രി അവാർഡുകളാണ് പരംവീർ ചക്ര, മഹാവീർ ചക്ര, വീർ ചക്ര. പീസ് ടൈം ഗാലൻട്രി അവാർഡുകളാണ് അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത, വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്തിന്റെ വെർച്വൽ മീറ്റ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.